നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കുഴൂരിൽ ജാതിക്ക മോഷണം. കുഴൂർ തുമ്പരശ്ശേരി പള്ളിപ്പാടൻ മാത്യു സേവ്യറിന്റെ വീട്ടിൽ നിന്നുമാണ് ഒരു ചാക്ക് ജാതിക്ക മോഷണം പോയത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ ശശിയുടെ മകൻ 45 വയസ്സുള്ള സനീഷ് കുമാറാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയിൽ മേത്തലപ്പാടത്തായിരുന്നു അപകടം. അതിരപ്പിള്ളിയിൽ വിനോദയാത്രയ്ക്കെത്തിയ യുവതിയെ കുരങ്ങ് ആക്രമിച്ചു. പാലക്കാട് ചന്ദ്രാനഗർ സ്വദേശി ഐശ്വര്യയാണ് കുരങ്ങ് ആക്രമിച്ചത്. വാർത്തകൾ വിശദമായി. കുഴൂരിൽ ജാതിക്ക മോഷണം പോയി. കുഴൂർ തുമ്പരശ്ശേരി പള്ളിപ്പാടൻ മാത്യു സേവ്യറിന്റെ വീട്ടിൽ നിന്നുമാണ് ഒരു ചാക്ക് ജാതിക്ക മോഷണം പോയത്. ഞായറാഴ്ച പകലാണ് മോഷണം നടന്നത്. ഉണങ്ങിയ ജാതിക്ക ചാക്കിൽ നിറച്ച് വീടിന്റെ കാർപോർച്ചിൽ വച്ചിരിക്കുകയായിരുന്നു. വൈകിട്ട് വീടിനകത്തേക്ക് എടുത്തു വെക്കാൻ നോക്കുമ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ചാക്കിൽ 35 കിലോയോളം ജാതിക്ക ഉണ്ടായിരുന്നതായി മാത്യു പറഞ്ഞു. ജാതിക്ക ഇവിടെ വെയിലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ചാക്കിലാക്കി എടുത്തു വെക്കാനായിട്ട് ഞങ്ങൾ ഒരേ റേഷൻ കടയിലായിട്ട് ചാക്കിൽ നിറച്ചാണ് വെക്കണത്. അപ്പോൾ അത് വെക്കാനായിട്ട് ഇവിടെ പോർച്ചിൻ്റെ ഭിത്തി തൂണുമ്പോൾ ചാരി വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 മണിക്ക് 1:30ക്ക് ശേഷം ഒരു 5 മണിക്കുള്ളിൽ പോയേക്കണേ. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇത് രാത്രി എടുത്തു വയ്ക്കാൻ പോണ നേരത്താണ് ഇത് അന്വേഷിച്ചപ്പോൾ കാണാനില്ല. അവരെ കൊണ്ടുപോയിട്ട് ഇതിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോർച്ചിൽ നിന്ന് 10 ഇത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് അതപ്പോൾ എങ്ങനെയൊന്നും അന്വേഷിക്കാനായിട്ട് മാള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇവിടെ നിന്നും ജാതിപത്രി മോഷണം പോയിട്ടുണ്ടെന്ന് മാത്യു പറഞ്ഞു. അടുത്ത കാലത്തായി സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ ശശിയുടെ മകൻ 45 വയസ്സുള്ള സനീഷ് കുമാറാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി മേത്തലപ്പാടത്തായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ സനീഷ് കുമാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ തേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ അർദ്ധരാത്രിയോടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു. അതിരപ്പിള്ളിയിൽ വിനോദയാത്രയ്ക്കെത്തിയ യുവതിയെ കുരങ്ങ് ആക്രമിച്ചു. പാലക്കാട് ചന്ദ്രാനഗർ സ്വദേശി ഐശ്വര്യയാണ് കുരങ്ങ് ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ ഐശ്വര്യയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഐശ്വര്യയുടെ ഇടതുകൈയിൽ 2 കുരങ്ങ് കടിച്ചു. ഇതിൽ ഒരു മുറിവ് ആഴമേറിയതാണ്. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കടയിൽ നിന്നും ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതിനിടെയാണ് കുരങ്ങ് ഓടിയെത്തിയത്. കുരങ്ങിന് ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്തെങ്കിലും ഐശ്വര്യയെ ആക്രമിക്കുകയായിരുന്നു. കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി വർഷത്തിന്റെ ഭാഗമായി തിരികെ എന്ന പേരിൽ പുത്രി സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന, വിനോദ പരിപാടികൾ, ക്ലാസ് എന്നിവ നടന്നു. കാപ്പിപ്പൊടിയച്ചൻ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ക്ലാസ് നയിച്ചു. മാതാവിന്റെ ജീവിത മാതൃക നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പം നിങ്ങളുടെ കുടുംബം തിരുകുടുംബമാവും. വീടിനെ തിരുകുടുംബമാക്കാൻ ദൈവം വിളിച്ചത് സ്ത്രീയെയാണ്. അതുകൊണ്ടാണ് ഒരു അമ്മയോട് മക്കൾക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അപ്പനേക്കാൾ. ഒരുപക്ഷെ പണം നേടുന്നതും വീട് നോക്കുന്നതും അപ്പനാകാം, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അടുപ്പം അമ്മയോടാണ്. കാരണം അമ്മ ഉറക്കളയ്ക്കുന്നു, അമ്മ ഓടിയിരിക്കുന്നു, അമ്മ കുരിശ് കൽപ്പിക്കുന്നു, അമ്മ പള്ളിയിൽ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആവശ്യത്തിലും അമ്മയുടെ വിളിക്കും. അമ്മയെ ചെരുപ്പില്ലേ, അമ്മയെ ഫോണില്ലേ, അമ്മയെ ചോറില്ലേ, അമ്മയെ കുടയില്ലേ. അപ്പനോടൊക്കെ ചോദിക്കും, അപ്പ അമ്മയില്ലേ? അപ്പം അമ്മ വിലപ്പെട്ട ഒരാളാണ്. അപ്പം അവിടെ ഒരു മാതൃകയായിട്ട് പരിശുദ്ധ മറിയം നമ്മൾ മുന്നിൽക്കൊണ്ടു. ലൂക്കാട് സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ വാക്യത്തിൽ അമ്മയെക്കുറിച്ച് ചിന്തയുണ്ട്. ആ ചിന്ത ഈ മണിക്കൂറിൽ നമുക്ക് ചേർത്ത് വെക്കാം. ആൻഡ്യൂസ് കിഴക്കൂട്ട് വികാരി ഫെബിൻ കൊടിയൻ, കൈക്കാരൻ കൊച്ചപ്പൻ പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പരിസരത്തുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കർശനമായി തടയണമെന്ന് ബാലസംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പെരിഞ്ഞനത്ത് നടന്ന ബാലസംഘം ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അനന്തു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ES ആമി അധ്യക്ഷനായി. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, CPM ഏരിയ സെക്രട്ടറി KR ജയത്തൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, TK രാജു, ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവനരാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനുരാഗ്,
സതീഷ് MK, സിദ്ദിഖ്, കോർഡിനേറ്റർ പ്രിയ ഹരിലാൽ, PA സുധീർ എന്നിവർ സംസാരിച്ചു. ഏരിയ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത 19 കുട്ടികളും അക്ഷരമുറ്റം സംസ്ഥാനതല കഥാരചനാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആമി ES, ശുചിത്വ ക്യാമ്പയിൻ ഭാഗമായി നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ സമ്മാനം കരസ്ഥമാക്കിയ അനയ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. എടത്തിരുത്തി സ്വദേശി 51 വയസ്സുള്ള കുറുപ്പത്ത് സന്തോഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷിന് 1 വർഷം മുമ്പാണ് വൃക്കരോഗം ബാധിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സന്തോഷിന് ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ MP, E.T. ടൈസൺ MLA തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായി ഫെഡറൽ ബാങ്ക് എടത്തിരുത്തി ശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് നമ്പർ സുമനസുകൾക്ക് സഹായം അയക്കാവുന്നതാണ്. 1 വർഷം മുന്നേ എൻ്റെ 2 കിഡ്നിയും വീക്കായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞു വെച്ചാൽ കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തികം ബുദ്ധിമുട്ടാണ്. 30 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. സ്ഥലമില്ല, സ്വന്തമായിട്ട് സ്ഥലം ഇല്ല എനിക്ക്. ഒക്കെ സ്ഥലമുണ്ട്, എല്ലാവരും അവകാശികളുണ്ട്, 5 അവകാശികളാണ്. അതാണ് എൻ്റെ 3 കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടി, 1 ആൺകുട്ടീന്, ഭാര്യ. ഞാനും ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയണമെങ്കിൽ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൂരിൽ ജാതിക്ക മോഷണം. കുഴൂർ തുമ്പരശ്ശേരി പള്ളിപ്പാടൻ മാത്യു സേവ്യറിന്റെ വീട്ടിൽ നിന്നുമാണ് 1 ചാക്ക് ജാതിക്ക മോഷണം പോയത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ ശശിയുടെ മകൻ 45 വയസ്സുള്ള സനീഷ് കുമാറാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയിൽ മേത്തലപ്പാടത്തായിരുന്നു അപകടം. അതിരപ്പിള്ളിയിൽ വിനോദയാത്രയ്ക്കെത്തിയ യുവതിയെ കുരങ്ങ് ആക്രമിച്ചു. പാലക്കാട് ചന്ദ്രാനഗർ സ്വദേശി ഐശ്വര്യയാണ് കുരങ്ങ് ആക്രമിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.